ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോ ഇടാനാണ് പ്ലാൻ ചെയ്തത്. നമ്മുടെ ഇന്നലത്തെ വീഡിയോ, സൺഡേ വീഡിയോ ഇടാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടാം, എനിക്കെന്തോ അങ്ങനെ ഇടണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നത്. എനിക്ക് വീഡിയോ ആയിട്ട് എടുത്തിടാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ജോലിക്കിടയിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വീഡിയോസ് ഇടുമ്പോൾ താഴെ കമൻറ്റ്, 2-3 വീഡിയോസിൽ അടുത്തടുത്തായിട്ട് ചീമ എല്ലാ വീഡിയോസിലും ഉണ്ട്. അപ്പോൾ കമൻറ്റ് വരുന്നത്, ചീമ ഭയങ്കര വെയിറ്റാണ്, ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കൂ, കല്യാണത്തിനൊക്കെ എന്ത് ഭംഗിയായിരുന്നു, ഇപ്പോൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. നെഗറ്റീവല്ല, നല്ലത് തന്നെയാണ് പറയുന്നത്, കുറയ്ക്കൂ എന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, കമൻ്റ് ഇടുന്നവർ, ചീമ കുറേ നാൾ, ഒരു 5 വർഷം അവൾ അബ്രോഡായിരുന്നു. അതിൽ കോവിഡ് ടൈമിലാണ് അവളിവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും അവൾ അബ്രോഡ് പോയി. അപ്പോൾ ഫുഡൊക്കെ അവർ തന്നെയാണ് കുക്ക് ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നതും. അവിടെയൊക്കെ ഉള്ള ഫുഡ് അറിയാമല്ലോ, വേറൊരു സ്ഥലത്ത്. ഇപ്പം ഞാൻ തന്നെ നമ്മൾ നോർത്തിൽ പോയിട്ട് പോലും, നമ്മുടെ കൺട്രിയിൽ വേറൊരു സ്ഥലത്ത് പോയപ്പോൾ പോലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വേറൊരു കൺട്രിയിൽ അവർ നിൽക്കുമ്പോൾ, അവർ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അവിടെ കിട്ടുന്ന സാധനങ്ങളും പലതും നമുക്കിവിടെ കിട്ടുന്ന ഒന്നും കിട്ടണമെന്നില്ല. കിട്ടിയാലും ഇതേ ഒരു ഫ്രഷ്നെസ്സിൽ കിട്ടുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളെല്ലാം ആഹാരത്തിന് നന്നായിട്ട് അവളെന്നല്ല, അവിടെ നിൽക്കുന്ന മറ്റുള്ള കൺട്രികളിലെ കുട്ടികളെല്ലാവരും ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ അവിടെ നിന്ന് അവൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നല്ല രീതിയിൽ അവൾ കഴിക്കുമായിരുന്നു. കാരണം കിട്ടാതിരുന്ന് ഓരോ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ അമ്മ വയ്ക്കുന്ന ആഹാരവും നമ്മുടെ നാട്ടിലെ ആഹാരമൊക്കെ കിട്ടുമ്പോൾ സ്വാഭാവികം കഴിക്കും. അത് ഞാൻ വെറും 5 ദിവസം മലേഷ്യ പോയിട്ട് നമുക്ക് പറ്റുന്നില്ല, നോർത്തിലൊരു 15 ദിവസം പോയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി നോക്കുക. ഇത്രയും 5 വർഷം അവിടെ നിന്നൊരു കുട്ടി വീണ്ടും നാട്ടിൽ വന്ന് അവൾക്ക് ഇഷ്ടമുള്ള ആഹാരം കാണുമ്പോൾ അവൾ നന്നായിട്ട് കഴിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല, കഴിച്ചു. പിന്നെ അത് എന്തുകൊണ്ട് പിന്നെ വെയിറ്റ് കുറയ്ക്കുന്നില്ല എന്ന് കുറേ പേര് ചോദിക്കുന്നു. കുറച്ചാൽ എന്താ പ്രശ്നം, ഭയങ്കര വൃത്തികേടായിട്ട് വരുന്നുണ്ട്, ഏതാന്നൊക്കെ പറഞ്ഞിട്ട്. ഒരിക്കലും ഈ കമൻ്റ് ഇടുന്നവരാരും നെഗറ്റീവ് ഇട്ടു എന്നല്ല ഞാൻ പറയുന്നത്. എനിക്കിവിടെ പറയാൻ തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അവൾ മാത്രമല്ല, അവളെപ്പോലെ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവാം. ചീമ അങ്ങനെ അധികം ഞാൻ കഴിക്കും പോലെ എന്തായാലും ചീമ കഴിക്കുന്ന ആളല്ല, എനിക്കറിയാം. ബിരിയാണിയൊന്നും അങ്ങനെ കഴിക്കില്ല, പൊറോട്ടയൊക്കെ കഴിക്കും. ഇങ്ങനെ ഞാൻ കഴിക്കണ അത്രയും ജങ്ക് ഫുഡ്സ് അവൾ കഴിക്കത്തില്ല. അപ്പോൾ അവൾ നോർമലി ഞങ്ങളുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് അമ്മയുടെ ഒരു രീതിയിലാണ്. അമ്മയും അപ്പൂപ്പനും അമ്മയും വല്യമ്മയും ഒക്കെ അത്യാവശ്യം വണ്ണമുള്ളവരാണ്. ഞങ്ങളൊക്കെ വെറുതെ പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വയ്ക്കുന്ന ഒരു ശരീരപ്രകൃതമാണ് ഞങ്ങളുടേത്. അപ്പോൾ കുറച്ച് കഴിച്ചാലും പെട്ടെന്ന് വണ്ണം വയ്ക്കും. പിന്നെ അതിനെ കുറയ്ക്കാൻ ശ്രമിക്കാത്ത എന്തെന്നൊക്കെ ചോദിച്ചാൽ, ഓരോരുത്തർക്കും പല പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. ഇപ്പം ഞാൻ ചീമയുടെ കാര്യമല്ല പറയുന്നത്, പൊതുവേ വണ്ണമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പലർക്കും പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ പറഞ്ഞാൽ അങ്ങനെ വണ്ണം കുറയത്തില്ല. എൻ്റെ കാര്യവും അതെ, പട്ടിണി കിടന്നല്ലാണ്ട് ഞാൻ വണ്ണം കുറയത്തില്ല. പിന്നെ കുറേ നമ്മൾ കഴിക്കേണ്ട സാധനങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് പട്ടിണി കിടന്നാൽ കുറയും. അല്ലാതെ ഒരു രീതിയിലും ഞങ്ങൾ വണ്ണം കുറയത്തില്ല. വർക്കൗട്ട് ചെയ്താലും കുറയത്തില്ല. ഫുഡിൽ കൺട്രോൾ ചെയ്യാണ്ട് ഞങ്ങളുടെ ശരീരപ്രകൃതത്തിൽ വണ്ണം കുറയത്തില്ല. 3 മാസത്തോളം ഞാനും ജീമയും, ഇപ്പോഴല്ല, നമ്മുടെ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ജിമ്മിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫുഡ് സാധാരണ നമ്മളെപ്പോഴും കഴിക്കുന്ന രീതിയിലുള്ള ഫുഡാണ് കഴിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും വെയിറ്റിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഫുഡും കൺട്രോൾ ചെയ്ത് വർക്കൗട്ടും ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അല്ലാതെ വെറുതെ വർക്കൗട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകൃതത്തിൽ വണ്ണം കുറയത്തില്ല. ഞാൻ 68 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കീറ്റോയും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും, ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാവുന്നുള്ളൂ കേട്ടോ, അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ ഒരു 55 കിലോയിൽ വന്നിങ്ങനെ നിൽക്കുന്നത്. എനിക്കിപ്പോൾ വയറാണ് ഭയങ്കരമായിട്ടുള്ളത്. അതൊന്ന് കുറച്ചാൽ ഞാൻ ഓക്കെയാണ്, എനിക്കറിയാം. അപ്പോൾ എപ്പോഴും ഡയറ്റ് എന്ന് ഞാൻ പറയാറുണ്ട്, അത് ശരി തന്നെയാണ്. അത് നിങ്ങളുടെയൊക്കെ കമൻറ്റ് കാണുമ്പോൾ വണ്ണം കുറയ്ക്കും എന്നൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്ന ഒരു മെൻ്റൽ ഡിപ്രഷനിലാണ്. ഞാൻ ഡയറ്റ് തുടങ്ങും, പിന്നെ 2 ദിവസം നിൽക്കും. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കാൻ ഡയറ്റ് തുടങ്ങിയാൽ എനിക്കതങ്ങ് ഒരു 50 കിലോ ആക്കിയിട്ട് മാറ്റാൻ എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല, പിന്നെ എനിക്ക് അത്രയും ഭയങ്കര വൃത്തികേടായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത്രയും കാര്യമായിട്ട് എടുക്കാതെ 2 ദിവസം എടുക്കും, 3ൻ്റെത് പൊളിയും, അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ അതിപ്പോൾ അമ്മയ്ക്കായാലും ചീമയ്ക്കായാലും അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. കാണുന്ന നിങ്ങൾക്കതൊരു വൃത്തികേടായിട്ടൊക്കെ തോന്നും. പക്ഷേ അത് ചിലർ ആ വണ്ണം ആസ്വദിക്കുന്നുണ്ട്. എൻ്റെ അമ്മ നല്ല വണ്ണമുണ്ട്. അപ്പോൾ അമ്മയുടെ വണ്ണം കുറയ്ക്കാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ണത്തിൻ്റെ ഇതായിട്ട് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ണം അമ്മ കുറച്ചാൽ ഒരു പരിധിവരെ അതിനൊക്കെ ഒരു പരിഹാരമാകും.
പക്ഷെ അമ്മ വണ്ണം കുറച്ച് മെലിഞ്ഞ് ഇങ്ങനെ ആയാൽ എങ്ങനെ ഉണ്ടാവും? ഒരു ഭംഗി ഉണ്ടാവില്ല. ചിലർക്ക് ആ വണ്ണം ഭയങ്കര രസമായിരിക്കും, ഭയങ്കര ഐശ്വര്യമായിരിക്കും. അമ്മയ്ക്ക് വണ്ണം കുറച്ചുകൂടെ എന്ന് ചോദിച്ചാൽ ഒരുപാട് കമൻറ്റ് മുന്നേയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വണ്ണം കുറയ്ക്കണമെങ്കിൽ അവർ കുറച്ചോളൂ, അത് അവരുടെ ഇഷ്ടമാണ്. വണ്ണം കുറയ്ക്കണോ കൂട്ടണോ, അവർ ആ ശരീരമായിട്ട് ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്കെന്താണ്, നമ്മളെന്തിനാണ് വെറുതെ അത് വായിക്കുമ്പോൾ. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരാൾക്ക് അയ്യോ ഞാൻ ഭയങ്കര വണ്ണമായോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതൊരു ഭയങ്കര മെൻ്റലി അതൊരു ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് തോന്നിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് കമൻ്റ് ഇടുന്നവർ ഭയങ്കര വണ്ണമാണ്. ഞാൻ ചീമയുടെ കാര്യമോ എൻ്റെ കാര്യമോ എൻ്റെ അമ്മയുടെ കാര്യമോ അല്ല ഞാൻ പറയുന്നത്. പൊതുവേ വണ്ണമുള്ളവരെ നോക്കിയിട്ട് ബോഡി ഷേമിങ് എന്ന് വേണമെങ്കിൽ പറയാം. ചെയ്യരുത്, അത് ചെയ്യരുത്. ഭയങ്കര വണ്ണമാണ്, കുറയ്ക്കൂ. അവർക്ക് പല പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. PCOD ഒക്കെ പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ വണ്ണമൊക്കെ കുറയാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡയറ്റ് അതിൻ്റേതായ രീതിയിൽ പ്രോപ്പർ ഡയറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറയും, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ അത് ഒരുപാട് ബുദ്ധിമുട്ടി മാത്രമേ നമുക്ക് ആ വണ്ണം കുറയ്ക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. പിന്നെ ഇത് നെഗറ്റീവ് ഇടുന്നവർക്ക് വേണ്ടിയിട്ടാണേ. ഈ നെഗറ്റീവ് കമൻറ്റ്സ് ചിലർ വണ്ണം കുറയ്ക്കണേ എന്നുള്ള രീതിയിൽ നല്ല രീതിയിലായിരിക്കും കമൻറ്റ് ഇടുന്നത്. ചിലർ ഇതെന്തോ ആനപ്പോത്ത് ചക്കപ്പോത്ത് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടും. ഈ ഇടുന്നവരെല്ലാവരും 0 സൈസ് ആണോ, സ്ലിം ആണോ, ഫിറ്റ് ആണോ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെ കളിയാക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളെ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് നമുക്കറിയില്ല നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്. ഉണങ്ങി മേലിങ്ങ് വടി പോലെയാണോ അതോ ചക്കപ്പോത്ത് പോലെയാണോ ഇരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു, നമ്മൾ റീഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിപ്പോൾ ഇങ്ങനെ പറയണമെന്ന് തോന്നി. കാരണം വണ്ണമുള്ളവരെ എപ്പോഴും കാണുമ്പോൾ വണ്ണമാണ്. എനിക്ക് ഒത്തിരി പേര് കമൻറ്റ് ചെയ്യാറുണ്ടല്ലോ, ശ്രീകുട്ടി അധികം വണ്ണമൊന്നുമില്ല, വയറൊന്ന് കുറച്ചാൽ മതി. അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. ചിലർ ആനപ്പോത്ത് ചക്കപ്പോത്ത് തീറ്റി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമം തോന്നും. പക്ഷേ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങളെന്തിനാണ് അതിൽ ബുദ്ധിമുട്ടുണ്ടാക്കി ചക്കപ്പോത്തൊന്നും മാനപ്പോത്തൊന്നൊക്കെ പറഞ്ഞ് നമുക്ക് അത് കേൾക്കുമ്പോഴാണ് വിഷമം. നമ്മുടെ ശരീരത്തെ പറ്റി നമുക്ക് വിഷമമില്ല. ചീമ നല്ല മെലിഞ്ഞിട്ടിരുന്ന കുട്ടിയാണ്. ഞാൻ പറഞ്ഞില്ല, അവിടെ നിന്ന് ഇവൾ വന്നപ്പോഴേക്കും ഒരുപാട് അവൾ പുറത്തൊക്കെ പോയി ശരിക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു. സച്ചുവൊക്കെ പുറത്തുനിന്ന് നന്നായിട്ട് കഴിക്കും. അപ്പോൾ സച്ചുവിൻ്റെ കൂടെയൊക്കെ പോയി ഒരുപാട് കഴിക്കും. വീട്ടിലാണെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ വന്നാലും സച്ചുവിൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ നാടൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൾ നല്ല രീതിയിൽ കഴിക്കും. നല്ല രീതിയിൽ മീൻസ് ആക്രാന്തത്തോടെ കഴിച്ചിട്ടുണ്ട്. കാരണം കിട്ടാതിരുന്ന സാധനം കിട്ടിയിട്ട് ആക്രാന്തത്തോടെ കഴിച്ചിട്ടുണ്ട്. അല്ലാതെ ഹെവി ആയിട്ടൊന്നും ഞാൻ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലൊന്നും ചീമ ഇന്ന് വരെ കഴിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളുള്ളത് കൊണ്ടാവാം മേ ബി അവർക്ക് വണ്ണം കുറയാത്തത്, കഴിച്ചില്ലെങ്കിലും വണ്ണം വയ്ക്കുന്നത് അതുകൊണ്ടാവാം എന്നൊക്കെ ഉള്ളത് ദയവായിട്ട് കമൻറ്റ് ചെയ്യുന്നവർ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതെനിക്ക് ഇത്രയും ഇവിടെ പറയണമെന്ന് തോന്നി. ചീമയെ പോലെയൊക്കെ അല്ലെങ്കിൽ എന്നെ പോലെയൊക്കെ വണ്ണം ഉള്ളവർ പൊതുവേ സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്ന കുറേ കാര്യങ്ങളാണ്. എനിക്കെന്ന് പറഞ്ഞാൽ 55 കിലോയാണുള്ളത്. എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ടാണ് ഭയങ്കര വണ്ണമായിട്ട് ഫീൽ ചെയ്യുന്നത്. നോർമൽ ഒരു ഹൈറ്റുള്ള ഒരാൾ 55 കിലോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ആ ഹൈറ്റിനനുസരിച്ച് മെലിയും തോറും നമ്മൾ അത്രയും ഭക്ഷണം കുറയ്ക്കണം, എങ്കിലും ഓക്കെയാണ്. ഞാനിപ്പോൾ ഒരു മാസം കൊണ്ട് നോ ഷുഗർ, നോ മൈദ, നോ ഓയിലി ഫുഡൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ വല്ലപ്പോഴൊക്കെ കഴിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. വല്ലപ്പോഴും കഴിക്കുന്നത് ഞാനങ്ങനെ അത്ര കട്ട ഡയറ്റ് എടുക്കുന്നില്ല. കാരണം എനിക്ക് ആവശ്യത്തിനുള്ള വണ്ണേ ഉള്ളൂ എന്ന് എനിക്കറിയാം. വയറ് കുറച്ച് കുറയ്ക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വല്ലപ്പോഴും എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനമൊക്കെ കാണുമ്പോൾ കഴിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കുറേ നാളായി ഷുഗറൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാനങ്ങനെ പോവുകയാണ്. ചീമയും ഇനിയിപ്പോൾ കുറച്ചിട്ട് വണ്ണമൊക്കെ കുറച്ച് വരും. അത് നിങ്ങൾ കണ്ടോളൂ. അല്ലാണ്ട് എപ്പോഴും കുറയ്ക്കണേ, അന്ന് ഭയങ്കര സുന്ദരിയായിരുന്നു, അത് നമുക്കും അറിയാവുന്ന കാര്യമാണ്. മെലിഞ്ഞിരിക്കുമ്പോൾ നല്ല സുന്ദരിയായിട്ടിരിക്കും, വണ്ണം വയ്ക്കുമ്പോൾ കുറച്ച് ഭംഗി കുറയും എന്നുള്ളത്. പക്ഷേ എൻ്റെ അമ്മ മെലിഞ്ഞാൽ ഭയങ്കര മോശമായിരിക്കും. അത് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെനിക്കൊന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി ഇടാനിരുന്ന വിശേഷം അടുത്ത ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ജോലി തിരക്ക്, അതുകൊണ്ടാണ് ഈ ജോലിയുടെ കൂട്ടത്ത് ഇത്രയും കാര്യങ്ങൾ പറയാം. 11 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് ജോലിയുടെ കൂട്ടത്തങ്ങ് പറയാം. അല്ലാതെ ഞാൻ വീഡിയോ ചെയ്തിട്ട് നിന്നാൽ എൻ്റെ ജോലിയൊന്നും ആവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ടത്. നമ്മൾ 100K അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇത്രയും നാൾ വരെയും എന്നെ തുടക്കം മുതൽ ഇപ്പോൾ വരെയും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, കഴിഞ്ഞ 2-3 വീഡിയോയിൽ പറയും പോലെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. വീണ്ടും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു 100K ആക്കി തരിക. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.